ട്രാവൽ ഡയറിയിലേക്ക് പ്രിയപ്പെട്ടവർക്കെല്ലാം സ്വാഗതം. ഇന്ന് ഡിസംബർ 20, 2023. മീശപ്പുലിമലയിലേക്കുള്ള ട്രക്കിംഗ് റോഡോ മാൻഷനിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഏകദേശം 4 കിലോമീറ്റർ നടത്തം, തിരിച്ചും 4 കിലോമീറ്റർ. ചെറിയ ഭാഗങ്ങളായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ട്രക്കിങ്ങിന്റെ ദൃശ്യങ്ങൾ കാണുവാനായി എല്ലാവരെയും ക്ഷണിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമന്റും തരണം. കൂട്ടുകാർക്കൊക്കെ ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മീശപ്പുലിമല കയറാം. ബേസ് ക്യാമ്പിൽ നിന്ന് ഗസ്റ്റുകളുമായി വരുന്ന വാഹനങ്ങളാണ് ആ കാണുന്നത്. അവരും കൂടി ചേർന്നാണ് റോഡോ മാൻഷനിൽ നിന്നും ട്രക്കിങ്ങിന് പോകുന്നത്. 8000 നിന്ന് 8634 ഉയരത്തിലേക്കാണ് ഇന്നത്തെ 4 കിലോമീറ്റർ ട്രക്കിംഗ്. ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? രാവിലത്തെ 7 ഡിഗ്രി 7 കുറഞ്ഞു, 6 എല്ലാവരും തൃശ്ശൂരാ? കിരണാണ് ലുങ്കിയൊക്കെ എടുത്താൽ നിൽക്കുന്നത്. ഞങ്ങൾ മീശപ്പുലിമലയിൽ കയറാൻ തുടങ്ങുകയാണ്. റോഡോ മാൻഷൻ താമസിച്ച ആൾക്കാരെല്ലാം പതുക്കെ മല കയറി തുടങ്ങുകയാണ്. ഇപ്പോഴും നല്ല കാറ്റും മഞ്ഞുമാണ്. ഈ മഞ്ഞുതുള്ളികൾ വല്ലാതെ മഴ പെയ്യുന്ന പോലെ വരുന്നത് കൊണ്ട് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് കയറാൻ. എന്നാലും മാക്സിമം കയറാൻ പറ്റുന്നിടത്ത് വരെ കയറുക എന്നുള്ളതാണ്. ഞാനും ഡോക്ടർ ഷാബിലൂടെയാണ് രാവിലെ കയറുന്നത്. ഞങ്ങളുടെ കൂടെ ഒരു 20-25 പേര് കൂടി ഉണ്ട്. കണ്ടില്ലേ, ഇത് ഭയങ്കര കാറ്റാണ്. ഷാബിൽ ഡോക്ടർ ആംബിയൻസ് കയറ്റം തുടങ്ങി. ഇവിടെ നിന്നാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇവിടെ വെക്കുകയാണ് മുകളിലോട്ട്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. പക്ഷേ എന്നും മീശപ്പുലിമല ഇങ്ങനെയല്ല. ഇത് ഡിസംബർ 20 അനുഭവം മാത്രമാണ്. തമിഴ്നാട്ടിൽ നിന്ന് തേനി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അന്ന് പ്രളയമഴയായിരുന്നു. അതിൻ്റെ അലകൾ പശ്ചിമഘട്ടം കയറി ഇറങ്ങി. വായുമർദ്ദം കൂടിയെടുത്തു നിന്ന് കുറഞ്ഞിടത്തേക്ക് അതിശക്തമായി വായു സഞ്ചരിച്ചു. തമിഴ്നാട്ടിലെ മഴക്കമ്മി ഒറ്റ രാത്രി കൊണ്ട് 5% അധികമായി മാറി. അപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ക്ലൈമറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ട്രക്കിങ്ങിൻ്റെ തുടക്കമേ കടുപ്പത്തിലായിരുന്നു. കയറ്റത്തിനൊപ്പം കാറ്റും ഉണ്ടായിരുന്നു. കാലിളകി കാലിളക്കുന്ന കാറ്റ്. ശബ്ദവും മർദ്ദവും നന്നായി പ്രയാസപ്പെടുത്തി. ഒരു വാശിക്കം കയറിയാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഇരിക്കേണ്ടി വന്നു. കണ്ടില്ലേ, പുല്ലുകളുടെ അവസ്ഥ ആടി ഉലയുകയാണ് ആ കാറ്റിൻ്റെ ശക്തി. ഇത് തന്നെയാണ് കയറുന്ന ഓരോരുത്തരും അനുഭവിക്കുന്നത്. കുറച്ചു നേരം ഇരുന്ന് ശ്വാസമൊക്കെ നേരെയാക്കിയിട്ടാണ് കയറുന്നത്. വെയിലിൻ്റെ കിഴക്കൻ ചെരുവ് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. കണ്ടില്ലേ, ക്ലൗഡ് ബെഡൊക്കെ നമുക്ക് നേരെ കാണാൻ പറ്റും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ കോട കയറി ഇങ്ങനെ വന്ന് നമ്മുടെ ആ കാഴ്ച അങ്ങ് മായ്ക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, കോട ഇങ്ങനെ കയറി വരികയാണ് ആ സുന്ദര ദൃശ്യത്തെ മായ്ച്ചുകൊണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു വരുന്ന വരവുണ്ടല്ലോ, അനുഭവം തന്നെയാണ്. കാഴ്ചയുടെ ഭയങ്കരമായ അനുഭവം. അതിപ്പോൾ കറുത്ത് കയറി വരികയാണ്. കൊടും കാറ്റിനെ അതിജീവിച്ച് ഓരോരുത്തർ പിടിച്ച് കയറുകയാണ്. നമ്മൾ ഏകദേശം സൺറൈസ് പോയിന്റിലേക്ക് എത്തുകയാണ്. ഇവിടെയാണ് നമ്മൾ സൂര്യ ഉദയം കാണാം എന്നുള്ള പ്രതീക്ഷയിൽ നിന്നു. പക്ഷെ നമ്മൾ കയറി വന്നപ്പോഴത്തേക്ക് താമസിക്കുകയും ചെയ്തു. വഴിയിലിങ്ങനെ കാലൊക്കെ ഉറപ്പിച്ച് ഓരോരുത്തർ നിൽക്കുക. അവരുടെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, കാറ്റത്ത് കിടന്നിങ്ങനെ പറക്കുന്നത്. അവിടെയാണ് സൺറൈസ് പോയിന്റ്. ഈ വീഡിയോയിലുള്ള കാറ്റിൻ്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ അരോചകമായി തോന്നിയേക്കാം. വീണ്ടും അവിടെ ഒരു സൂര്യൻ്റെ തെളിച്ചം വന്നു. എന്തായാലും കാർമേഘം കയറി സൂര്യനെ മൂടുന്നിടം വരെ നമുക്കിത് ആസ്വദിക്കാൻ പറ്റും. കണ്ടില്ല, ക്ലൗഡ് ബെഡ് വീണ്ടും നമുക്ക് കാണാൻ പറ്റും. കോട ഇങ്ങനെ അതിലേ പോകുന്നു. ഇത് അടുത്ത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു കുളിരും ആ ഒരു ചാരുതയും ഭംഗിയും ഹൃദയത്തിൽ തൊടുന്ന സ്നേഹമാണ്. നമുക്ക് അന്നേരം ഇത് കഠിനമായിട്ട് തോന്നിയേക്കാം. പക്ഷെ ഇത് വീണ്ടും ഓർത്തെടുക്കുമ്പോഴല്ലോ, എന്നും ഓർക്കുന്ന, ഒരു ജീവിതകാലം മൊത്തം ഓർക്കുന്ന അനുഭവം. നമ്മുടെ മുന്നിൽ തെളിയുന്ന ലോകം സൗന്ദര്യത്തിൻ്റെ ലോകമാണ്. പ്രകൃതിയുടെ പല ഭാവങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. കണ്ടവിടെ കൊച്ചു പുല്ലുകളൊക്കെ ഇങ്ങനെ കാറ്റത്ത് ആടിയാടി നിൽക്കുക. ഇത് കാറ്റിനെ നമ്മൾ കൃത്യമായി നോട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ നിന്ന് 8ാമത്തെ മലയാണ് മീശപ്പുലിമല. 7ഓളം കുന്നുകൾ കയറി ഇറങ്ങിയുമാണ് നമ്മൾ മീശപ്പുലിമലയിൽ എത്തുന്നത്. ചിലരൊക്കെ ചന്ദ്രനിൽ നടക്കുന്ന പോലെ നടക്കുന്നത്, ഇങ്ങനെ പറന്നു പോകുന്ന പോലെയാണ് പോകുന്നത്. വീണ്ടും മനോഹരമായ ഒരു ആകാശം നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വന്നിരിക്കുകയാണ്. കോട ഇങ്ങനെ ഒഴുകുന്നു, മേഘത്തിൻ്റെ ക്ലൗഡ് ബെഡ് കണ്ടോ. അവിടെ എത്ര പേര് കൈയൊക്കെ അകത്തി ഇങ്ങനെ നിന്ന് പാട്ട് പാടുന്നു, സെൽഫി എടുക്കുന്നു. ആനന്ദത്തിൻ്റെ നിർവൃതി അടയുന്ന ഒരു നിമിഷമാണ്. അവരവിടെ ഒന്ന് കൂവുകയാണ് ഉയർക്കതാണ്ട്. ഇത് ആ കാറ്റിൻ്റെ യഥാർത്ഥ ദൃശ്യം നോക്കിയപ്പോൾ മനസ്സിലാവും. ആ സൺറൈസ് പോയിന്റ്, കൈയൊക്കെ വിരിച്ച് സെൽഫിയൊക്കെ എടുത്ത് എന്താ ആനന്ദം നോക്കിയേ. അവിടെ നിൽക്കുമ്പോഴേ അതിൻ്റെ ഒരു സുഖം അറിയത്തുള്ളൂ. ദുൽഖർ സൽമാൻ ചാർലി സിനിമയിൽ ചോദിച്ചതല്ലേ, മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടുണ്ടോ? ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് അനുഭവിക്കുകയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം.
ഏതാണ്ട് 3 മണിക്കൂർ ട്രെക്കിങ്ങിൻ്റെ ദൃശ്യങ്ങൾ അടുത്ത വീഡിയോകളിലുണ്ടാവും. പാർട്ടായിട്ടാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ കാണണം, ലൈക്കും കമൻറ്റും ഒക്കെ തരണം. അതിലുപരി ഉടൻ തന്നെ ട്രെക്കിങ്ങിനായിട്ട് ബുക്ക് ചെയ്യുകയും വേണം.